കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് വരുത്തുന്ന നമ്പർ 1 മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആലോചിക്കാതെ ഏതെങ്കിലും കോഴ്സ് തിരഞ്ഞെടുക്കുന്നതാണ്. നിങ്ങൾ ഇന്ന് എടുക്കുന്ന തെറ്റായ ഡിസിഷൻ അടുത്ത 3-4 വർഷത്തെ ലൈഫിനെ മാത്രമല്ല എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ അടുത്ത 30 വർഷത്തെ ലൈഫിനെയും അത് എഫക്റ്റ് ചെയ്യും. പിന്നീട് എടുത്ത ഡിസിഷൻ തെറ്റായി പോയി എന്ന് ആലോചിച്ച് വരുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാരണം, എത്ര വലിയ ഫ്രണ്ട്സ് ആണെങ്കിലും അവരെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യരുത്. ഞാനത് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു ഫ്രണ്ടിന് നേഴ്സിംഗ് പഠിക്കാനായിരിക്കും താല്പര്യം, മറ്റൊരു ഫ്രണ്ടിന് BCA പോലത്തെ ഒരു കോഴ്സ് പഠിക്കാനാണ് താല്പര്യം. എന്തായാലും ഇവർക്കൊരു ഗ്യാങ് ഉണ്ടാവുമല്ലോ, ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാനായിരിക്കും നോക്കുക. അതിന് വേണ്ടിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കും. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് സ്യൂട്ടാകുന്ന കോഴ്സ് മറ്റേ സ്യൂട്ടാവണമെന്നില്ല. കാരണം ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയും പഠനത്തിലുള്ള കഴിവുകളും സ്കില്ലുകളും ഇൻട്രസ്റ്റുകളും വളരെ ഡിഫറെൻ്റ് ആണ്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒരു പർപ്പസ് ഇല്ലാതെ ഏതെങ്കിലും കോഴ്സ് തിരഞ്ഞെടുക്കും. ഇപ്പോൾ പല സ്റ്റുഡൻസ് ഒരു കോഴ്സ് എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അടിപൊളിയായിട്ട് തോന്നുന്ന ഒരു കോഴ്സ് തിരഞ്ഞെടുക്കും. ഇതൊരു കോമൺ ട്രാപ്പാണ്. ചില കോഴ്സുകൾ കേൾക്കുമ്പോൾ അടിപൊളിയായിരിക്കും, എന്നാൽ ഫ്യൂച്ചറിൽ ഓപ്പർച്യൂണിറ്റീസ് കുറവാകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി വരെ കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ജോലി കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റ് കാണില്ല, കാരണം ഇത് നിങ്ങൾക്ക് സ്യൂട്ട് ആവാത്തൊരു കോഴ്സ് ആയതുകൊണ്ടാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയ ഒരു ഡിഗ്രി വെറും ഒരു പീസ് ഓഫ് പേപ്പർ ആയിട്ട് മാറും. അപ്പോൾ നിങ്ങളോട് അല്ലെങ്കിൽ ഒരു കരിയർ എക്സ്പെർട്ടിനോട് ചോദിക്കുക, ഈ ഒരു പെർട്ടിക്കുലർ ഡിഗ്രി എനിക്ക് സ്യൂട്ട് ആകുമോ? ഇനി സ്യൂട്ട് ആവുകയാണെങ്കിൽ തന്നെ അടുത്ത 10 വർഷത്തിൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുക. ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഷോർട്ട് ടൈമിലേക്ക് മാത്രം ചിന്തിക്കുന്നതാണ്. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ചോദിക്കുന്നത്, ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുമോ? ഇത് റോങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത 10 വർഷത്തിൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുക. ഫിനാൻഷ്യലി ഗ്രോ ചെയ്യാൻ സാധിക്കുമോ? ജോബ് സ്റ്റെബിലിറ്റി ലഭിക്കുമോ? എബ്രോഡുള്ള ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയായിരിക്കും? വർഷങ്ങൾ കഴിഞ്ഞാലും ഒരേ ജോലി തന്നെ ചെയ്യേണ്ടി വരുമോ? ഈ ഒരു കരിയറിന് വളർച്ച ഉണ്ടാക്കുമോ എന്ന് അന്വേഷിക്കുക. ഇങ്ങനെ നിങ്ങൾ ചോദിച്ചന്വേഷിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ഫേസ് ചെയ്യാൻ പോകുന്ന വലിയൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. അപ്പോൾ എന്തായിരിക്കും സൊല്യൂഷൻ? സ്മാർട്ടായിട്ടുള്ള സ്റ്റുഡൻസ് കരിയർ പിക്ക് ചെയ്യുന്നത് അവരുടെ ഫാമിലിയോ ഫ്രണ്ട്സിനോ കണ്ടിട്ടില്ല. അവരൊരു കരിയർ പിക്ക് ചെയ്യുന്നത് അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചും പഠനത്തിലുള്ള കഴിവുകളും ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഫ്യൂച്ചറിലെ ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് ദി റൈറ്റ് കോഴ്സ് വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ യു. ഇപ്പോഴും കരിയർ പാത്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ ഓർത്തിട്ട് ടെൻഷൻ ഉണ്ടല്ലേ? അങ്ങനെയാണ് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ പഠനത്തിലുള്ള കഴിവുകളും ഇൻട്രസ്റ്റുകളും പിന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് സ്യൂട്ടാകുന്ന ഒരു കരിയർ കണ്ടുപിടിച്ചു തരാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. അതിന് ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, മിസ്റ്റേക്സ് ഉണ്ടാകുന്നത് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യത്തിന് മാക്സിമം നിങ്ങൾ ക്ലാരിറ്റി കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് മിസ്റ്റേക്സ് കുറയ്ക്കാൻ സാധിക്കും. താങ്ക് യു.